അമേരിക്കയ്ക്ക് അയച്ച വീഡിയോ സന്ദേശം ലോകം മുഴുവൻ ചർച്ചയാക്കുകയാണ്. എലീറ്റ് കമാൻഡുകൾ വളരെ വ്യക്തമായി തന്നെ അത്യാധുനിക സംവിധാനങ്ങൾ അവർ അണിയറയിൽ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മിസൈലുകൾ തൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നു. ഏത് നിമിഷവും ഏത് രീതിയിൽ വേണമെങ്കിലും ഞങ്ങൾ ആക്രമിക്കാൻ തയ്യാറാണ്, ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്നുള്ള വ്യക്തമായ സന്ദേശം നൽകുന്നതാണ് എലീറ്റ് കമാൻഡുകളുടെ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയെങ്കിലും തടി ഊരാൻ അമേരിക്ക ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിലും വേണ്ടില്ല, ശാശ്വത പരിഹാരം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാം, ഇറാന്റെ ഊർജ കേന്ദ്രങ്ങളെ ഞങ്ങൾ ആക്രമിക്കില്ല, സമാധാന ചർച്ചയിലേക്ക് നീങ്ങാം, ഇത്തരത്തിലൊക്കെ പറഞ്ഞിട്ടും ഇറാനോട് അമേരിക്ക കാണിച്ച ക്രൂരതയ്ക്ക് ഇറാൻ മറുപടി കൊടുക്കാതെ, അതായത് ഇറാന്റെ പക അടങ്ങില്ല, ഇറാന്റെ വാശിയും ഇറാന്റെ ഇപ്പോഴത്തെ നില എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. അസ്വസ്ഥരാണവർ. ഖമനിയെ വധിച്ചതിന് പിന്നാലെ മൊജ്തബ ഖമേനിയെയും വധിക്കും എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് അമേരിക്ക ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു റെജീം ചേഞ്ചിലേക്ക് പോകാൻ തൽക്കാലം അമേരിക്കയ്ക്കും താല്പര്യമില്ല. അമേരിക്ക കൃത്യമായി മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈ എടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. അതിന് തുർക്കി പോലുള്ള രാജ്യങ്ങളുടെ മധ്യസ്ഥത ആവശ്യമാണ്. ഇത്തരത്തിലൊരു സമാധാനത്തിന്റെ പാതയിലേക്ക് നീങ്ങാൻ എന്തുകൊണ്ട് അവിടെ ശ്രമിക്കുന്നു? അല്ലെങ്കിൽ ട്രംപിനെ അത് പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. GCC രാജ്യങ്ങൾ ട്രംപിനെതിരെ തിരിഞ്ഞത് വലിയ രീതിയിൽ അമേരിക്കയ്ക്ക് തിരിച്ചടിയായിട്ടുണ്ട്. അമേരിക്കയുടെ സാമ്പത്തിക നയങ്ങളുമായി ബന്ധപ്പെട്ട അരാജകത്വത്തെ ചെറുതായല്ല അമേരിക്കയിലെ ജനങ്ങൾ കാണുന്നത്. അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റുകളിലും പ്രക്ഷോഭം ട്രംപിനെതിരെ നടക്കുകയാണ്. അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്ന് കൃത്യമായി പറയുന്ന രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികൾ നടക്കുമ്പോൾ ഇറാനിലെ റെജീം ചേഞ്ച് വേണമെന്ന് സ്വപ്നം കാണുന്ന ഡൊണാൾഡ് ട്രംപിനും ബെഞ്ചമിൻ നെതന്യാഹുവിനും വലിയ തിരിച്ചടിയാണ് സ്വന്തം പാളയങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങൾ അസ്വസ്ഥരായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. യുദ്ധമുണ്ടാക്കുന്ന ഭീതി എത്രത്തോളം സാധാരണക്കാരെ ബാധിക്കുന്നു എന്നതിന്റെ വലിയൊരു തെളിവാണത്. എന്നാൽ ഒരു രീതിയിലും തങ്ങളുടെ മൂല്യച്യുതി സംഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇറാനെ തള്ളിവിടില്ല. തങ്ങളുടെ രാജ്യത്തിന്റെ സംരക്ഷണത്തെക്കാൾ പ്രധാനം തങ്ങളുടെ ആത്മാഭിമാനമാണെന്ന് പേർഷ്യ, അതായത് ഇപ്പോഴത്തെ ഇറാൻ ഒറ്റക്കെട്ടായി തീരുമാനിച്ചുകൊണ്ട് മൊജ്തബ ഖമേനി കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക വിറച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്.